കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി മഹോത്സവം. വിദ്യാരൂപിയായ മൂകാംബികയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതിനും ഉദ്ദിഷ്ടകാര്യങ്ങൾ നടക്കുന്നതിനും ഏറ്റവും മികച്ച ദിവസങ്ങളായാണ് നവരാത്രി കാലം കരുതപ്പെടുന്നത്. ബ്രഹ്മസ്വരൂപിണിയും സകല കലകൾക്കും അധിപയുമായ മൂകാംബികാ ദേവിയോട് നവരാത്രി കാലത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് സവിശേഷ ഫലങ്ങൾ നൽകുമെന്ന് കരുതപ്പെടുന്നു. കലാരംഗത്തും സാഹിത്യരംഗത്തും ഉന്നതിയിലെത്തുവാനും പഠനത്തിൽ മികച്ച ഫലം നൽകുവാനുമെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മൂകാംബികാ ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. 10 ദിവസത്തെ ആഘോഷങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്താറുണ്ട്. കുട്ടികളുടെ വിദ്യാരംഭം, അരങ്ങേറ്റം തുടങ്ങിയവ നവരാത്രിയിലെ പ്രത്യേക ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കും. വിജയത്തിന്റെയും ധർമ്മസംരക്ഷണത്തിന്റെയും സന്ദേശമാണ് നവരാത്രി നൽകുന്നത്. 9 പകലും രാത്രിയും നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നവരാത്രി. കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ 9 ദിവസമാണ് ആഘോഷം. ദേവി മഹിഷാസുരനെ വധിച്ച ദിവസമാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത്. മഹിഷാസുരൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി സ്ത്രീയാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന് വരം നേടി. തുടർന്ന് മഹിഷൻ ദേവന്മാരെ കീഴ്പ്പെടുത്തി ദേവലോകത്ത് ഭരണം നടത്തി. മഹിഷനെ കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാർ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. മഹിഷാസുരനെ വധിക്കാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച് ബ്രഹ്മാവും മഹേശ്വരനും ഇന്ദ്രാദികളും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ കണ്ടു. ഒരു സ്ത്രീയിൽ നിന്നേ മഹിഷാസുരന് മരണം സംഭവിക്കൂ എന്ന വരം താൻ മഹിഷാസുരന് നൽകിയിട്ടുണ്ടെന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് പറഞ്ഞു. എന്തു ചെയ്യണമെന്ന് ഏവരും ചിന്തിച്ചു നിൽക്കുമ്പോൾ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും അതിയായ ഒരു തേജസ് ഉണ്ടായി. രക്തനിറത്തിലുള്ള അതിന്റെ പ്രകാശം സഹിക്കുവാൻ കഴിയാത്തതായിരുന്നു. അപ്പോൾ മഹേശ്വരന്റെ ദേഹത്തു നിന്നും ഉഗ്രവും ഭയങ്കരവുമായ വെളുത്ത നിറത്തിൽ ഒരു ഘോരരൂപിണി തമോ ഗുണിയായി പ്രത്യക്ഷയായി. ഇതുപോലെ വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നും നീല നിറത്തിൽ ഒരു ഉഗ്രരൂപവും ഉണ്ടായി. അതുകണ്ട ദേവന്മാർ ഓരോരുത്തരും ആശ്ചര്യചകിതരായി. അപ്പോൾ വീണ്ടും ഇന്ദ്രൻ, വരുണൻ, കുബേരൻ, യമൻ, വന്നി മുതലായ ദിക്പാലകരിൽ നിന്നും തേജസ്സുകൾ ഉണ്ടായി. ഇവയെല്ലാം ഒന്നായി തീർന്നു. അതെല്ലാ ശ്രേഷ്ഠമായ ഗുണങ്ങളുമുള്ള ഒരു സ്ത്രീയായി മാറി. സകല ദേവന്മാരിൽ നിന്നുമുണ്ടായ അവൾ ശ്രീ മഹാലക്ഷ്മി 3 ഗുണങ്ങളുമുള്ളവളാണ്. 3 ലോകത്തെയും വശീകരിക്കുന്ന സൗന്ദര്യത്തോടുകൂടി അവൾക്ക് ശങ്കരന്റെ തേജസ്സിൽ നിന്ന് വെളുത്ത ശോഭയുള്ള മുഖവും യമതേജസ്സിൽ നിന്ന് കറുത്ത ഇടതൂർന്ന നീണ്ട മുടിയുമുണ്ടായി. അഗ്നി തേജസ്സിൽ നിന്ന് 3 കണ്ണുകളും, വായു തേജസ്സിൽ നിന്ന് ചുവന്ന ചുണ്ടുകളും, വിഷ്ണു തേജസ്സിൽ നിന്ന് 18 കൈകളും, ഇന്ദ്ര തേജസ്സിൽ നിന്ന് സുന്ദരീ ലക്ഷണമായ 3 മടക്കുള്ള വയറും ലഭിച്ചു. വരുണ തേജസ്സിൽ നിന്ന് അതിമനോഹരമായ കണങ്കാലുകളും തുടയും, അഗ്നി തേജസ്സിൽ നിന്ന് നല്ല ആകാരവും ശബ്ദവും ഉണ്ടായി. ആ തേജോരൂപം കണ്ട വിഷ്ണു ദേവന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ദേവന്മാരെ, നിങ്ങളുടെ പക്കലുള്ള എല്ലാ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും ഈ ദേവിക്ക് കൊടുക്കുക. ഇതു കേട്ട പാലാഴി ദേവിക്ക് ദിവ്യവും പുതിയതും നേർത്തതുമായ ചുവന്ന പട്ടുവസ്ത്രവും നല്ല പവിഴമാലയും കൊടുത്തു. വിശ്വകർമാവ് കോടി സൂര്യപ്രഭയുള്ള ചൂടാമണി മുടിയിൽ ചൂടാൻ നൽകി. പിന്നീട് നാനാരത്നങ്ങൾ പതിച്ച കുണ്ടലങ്ങൾ കാതിലണിയാനും വളകൾ, തോൾവളകൾ മുതലായവയും ആഭരണങ്ങളായി കൊടുത്തു. കാലുകളിൽ അണിയാൻ ശബ്ദിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന പൊഞ്ചിലമ്പുകൾ ബ്രഹ്മാവ് കൊടുത്തു. കഴുത്തിലണിയാൻ തിളങ്ങുന്ന രത്നമാലയും മോതിരങ്ങളും വാടാത്തതും അതിദിവ്യവുമായ താമരമാലയും ശിവൻ കൊടുത്തു. ഇതെല്ലാം കണ്ട ഹിമവാനാകട്ടെ തന്റെ ഗുഹകളിൽ പാർക്കുന്ന നല്ല ലക്ഷണമൊത്ത സിംഹത്തെ ദേവിക്ക് വാഹനമായി കൊടുത്തു. അങ്ങനെ സർവാഭരണ വിഭൂഷിതയായി സ്വർണവർണ്ണമുള്ള സിംഹത്തിന്റെ പുറത്ത് ദേവി ആസനസ്ഥയായി. അപ്പോൾ മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ദേവിക്ക് നൽകി. ശ്രീപരമേശ്വരൻ തൃശൂലവും, ഇന്ദ്രൻ വജ്രായുധവും, ബ്രഹ്മാവ് ഗംഗാജലം നിറച്ച കമണ്ഡലവും, വരുണൻ പാശവും വാളും പരിചയും കൊടുത്തു. വിശ്വകർമാവ് തന്റെ മൂർച്ചയുള്ള മഴുവും അമൃത് നിറച്ച രത്നപാത്രം കുബേരനും ദേവിക്ക് നൽകി. നിങ്ങളെ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് ദേവി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരും, വിഷ്ണു പറഞ്ഞു. എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ട് എല്ലാ കൈകളിലും നാനാവിധത്തിലുള്ളവരാൽ നൽകപ്പെട്ട ആയുധങ്ങളുമായി സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ദേവിയെ ദേവന്മാർ സ്തുതിച്ചുകൊണ്ട്, പരമേശ്വരി, മഹിഷാസുരനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. ദേവി പറഞ്ഞു: ദേവന്മാരെ, കഠിനവരം ലഭിച്ച അഹങ്കാരത്താൽ മഹിഷന്റെ ബുദ്ധി മന്ദിച്ചിരിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും മഹിഷാസുരനെ എങ്ങനെ വധിക്കാമെന്ന് ചിന്തിച്ച് ദുഃഖിക്കുന്നു.
അവർ കൊടുത്ത വരത്താലാണ് മഹിഷാസുരൻ ഇത്രയും അഹങ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവി മന്ദഹസിച്ചു. ശേഷം അതിഭീകരമായി അട്ടഹസിച്ചു. അതുകേട്ട് കടലും മലയും ഭൂമിയും വിറച്ചു. യുദ്ധത്തിനൊരുങ്ങിയ അസുരപ്പടയെയും മഹിഷാസുരനെയും കണ്ട ദേവി തന്റെ നിശ്വാസവായുവിൽ നിന്നും അനേകായിരം ഭൂതഗണങ്ങളെ ഉണ്ടാക്കി. അവർ യുദ്ധം തുടങ്ങി. അസുര സൈന്യത്തെ ഒന്നാകെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മഹിഷാസുരനും ദേവിയും തമ്മിൽ യുദ്ധം ചെയ്തു. മഹിഷാസുരനെ ദേവി തന്റെ ഖഡ്ഗം കൊണ്ട് വധിച്ചു. ദേവന്മാർ ആരവത്തോടെ പുഷ്പവൃഷ്ടി നടത്തി. ദുർഗ മഹിഷാസുരനെ വധിച്ചെന്ന കഥ അജ്ഞാനാന്ധകാരം നശിച്ച് വിദ്യ അഥവാ വെളിച്ചം നിറഞ്ഞതിന്റെ സൂചനയായി കണക്കാക്കാം. അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന സകല കലകളുടെയും അഭ്യാസ സമാരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കുന്നു. നവരാത്രിയിൽ ആദ്യ 3 ദിവസം പാർവതിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മിയെയും അവസാന 3 ദിവസം സരസ്വതിയെയുമാണ് പൂജിക്കുന്നത്. കേരളത്തിൽ നവരാത്രി ആയുധ പൂജയുടെയും വിദ്യാരംഭത്തിന്റെയും സമയമാണ്. അഷ്ടമി നാളിൽ എല്ലാവരും പണിയായുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നു. മഹാനവമി ദിവസം മുഴുവൻ പൂജ ചെയ്ത ശേഷം വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചത് നവരാത്രിയുടെ അവസാനമാണെന്നും ഐതിഹ്യമുണ്ട്. ഫാൽഗുന അഥവാ മീനമാസത്തിലെ ഉത്രം നാളിൽ കുടിയേറി 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആണ്ടുവിശേഷം. ഇതിനോടനുബന്ധിച്ച് മൂലം നാളിൽ നടക്കുന്ന രഥോത്സവം വളരെ വിശേഷമാണ്. രഥോത്സവം 8-ാം നാൾ വരും വിധത്തിലാണ് ഉത്സവം നടത്തപ്പെടുന്നത്. കർണാടക മാതൃകയിൽ നടത്തപ്പെടുന്ന ഉത്സവമാണെങ്കിലും കേരളീയരും ഉത്സവത്തിന്റെ ഭാഗമാകും. 9 ദിവസവും വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു. ഉച്ചയ്ക്കുള്ള ശതരുദ്രാഭിഷേകമാണ് പ്രധാന താന്ത്രിക വിശേഷം. 100 തരം അഭിഷേക ദ്രവ്യങ്ങൾ കൊണ്ട് സ്വയംഭൂലിംഗത്തിൽ അഭിഷേകം നടത്തുന്നത് കൊണ്ടാണ് ഇതിന് ശതരുദ്രാഭിഷേകം എന്ന പേര് വന്നത്. വൈകിട്ട് 5:30-ക്കും രാത്രി 10 മണിക്കും ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ടാകും. ഓരോ ദിവസവും ഓരോ വാഹനത്തിലിരുത്തിയാണ് എഴുന്നള്ളത്ത്. 8-ാം ദിവസമായ മൂലം നാളിലാണ് ക്ഷേത്രത്തിലെ മഹാരഥോത്സവം. ദേവിയുടെ ജന്മനക്ഷത്ര ദിവസമാണ് ഫാൽഗുന മാസത്തിലെ മൂലമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മരഥം എന്നറിയപ്പെടുന്ന 7 നിലകളോട് കൂടിയ മഹാരഥം അന്നാണ് എഴുന്നള്ളിക്കുന്നത്. ഈ ദിവസം പതിവിലും 2 മണിക്കൂർ നേരത്തെ നട തുറക്കും. തുടർന്ന് ഗണപതി ഹോമം നടത്തും. ഇവയ്ക്ക് ശേഷം രാവിലെ 8 മണിയോടെ രഥോത്സവത്തിനുള്ള പൂജകൾ തുടങ്ങും. മുഹൂർത്തബലി, ക്ഷിപ്രബലി, രഥബലി തുടങ്ങിയവയാണ് രഥോത്സവത്തിന് മുന്നോടിയായ പ്രധാന ചടങ്ങുകൾ. തുടർന്ന് രഥാരോഹണവും അതിനുശേഷം പ്രതീകാത്മക രഥചലനവും തുടങ്ങും. ക്ഷേത്രനടയിൽ നിന്ന് ഏതാനും ദൂരം വരെ രഥം എഴുന്നള്ളിക്കുന്നതാണ് ഈ ചടങ്ങ്. ദേവിയുടെ 2 വിഗ്രഹങ്ങൾ ഒരുമിച്ച് എഴുന്നള്ളിക്കുന്ന ഏക അവസരം ഇതാണ്. പ്രധാന എഴുന്നള്ളത്ത് നടക്കുന്നത് വൈകിട്ട് 5 മണിക്കാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് സൗപർണിക തീരത്തെ ഓലക മണ്ഡപം അഥവാ ആറാട്ട മണ്ഡപം വരെയാണ് എഴുന്നള്ളത്ത്. രഥം വലിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മൂകാംബിക സന്നിധിയിലേക്ക് വരുന്നത്. രഥം വലിക്കുന്നത് ഭാഗ്യമായി ഭക്തർ കരുതുന്നു. രഥം വലിക്കാമെന്ന വഴിപാട് നേരുന്നവരുമുണ്ട്. വാദ്യമേളങ്ങളുടെയും ദേവീമന്ത്രജപങ്ങളുടെയും അകമ്പടിയോടെ രഥം വലിച്ച് ഓലക മണ്ഡപത്തിൽ എത്തിക്കുകയും അവിടെ വിശേഷാൽ പൂജകൾ കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രനടയിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂവെങ്കിലും എഴുന്നള്ളത്ത് അവിടെ എത്താൻ ഏകദേശം 1 മണിക്കൂർ എടുക്കും. തിരിച്ചും അത്രയും തന്നെ സമയം വേണം. പിറ്റേ ദിവസം വൈകിട്ടാണ് ആറാട്ട്. അന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവീ വിഗ്രഹം പ്രദക്ഷിണമായി സൗപർണിക തീരത്തേക്ക് കൊണ്ടുപോവുകയും ഓലക മണ്ഡപത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു. 7 മണിയോടെ ഓക്കുളി മഹോത്സവം തുടങ്ങുന്നു. ഉത്തരേന്ത്യൻ മഹോത്സവമായ ഹോളിയോട് സാദൃശ്യമുള്ള ഒരു ചടങ്ങാണിത്. ശാന്തിക്കാരും ഭക്തരും പരസ്പരം നിറങ്ങൾ വാരിയെറിഞ്ഞും പീച്ചാങ്കുഴൽ വഴി നിറമടങ്ങിയ വെള്ളം തെറിപ്പിച്ചും ആഘോഷിക്കുന്ന ഈ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ദേവിയുടെ ആറാട്ട്. ഇതിനു മുമ്പായി ദേവി വിഗ്രഹത്തിൽ അഭിഷേകവും പുഷ്പാർച്ചനയും നടത്തുന്നു. തുടർന്ന് ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകൻ വിഗ്രഹവുമായി സൗപർണിക നദിയിൽ 3 പ്രാവശ്യം മുങ്ങുന്നു. ദേവീ സാന്നിധ്യം കൊണ്ട് പവിത്രമായ നദിയിൽ ഭക്തരും മുങ്ങുന്നു. പിന്നീടാണ് തെപ്പോത്സവം എന്നറിയപ്പെടുന്ന ചടങ്ങ്. ദേവി വിഗ്രഹം തോണിയിലിരുത്തി 3 വട്ടം പ്രദക്ഷിണം വയ്പ്പിക്കുന്ന ചടങ്ങാണിത്. ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷമാണ് ദേവിയുടെ പള്ളിവേട്ട. ആറാട്ടിന് ശേഷം പള്ളിവേട്ട നടക്കുന്നത് കേരളീയാചാരത്തിന് വിരുദ്ധമാണെന്നത് ശ്രദ്ധേയമാണ്. നദീതീരത്തെ ഒരു പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കി വെച്ച സ്ഥലത്ത് അമ്പെയ്യുന്നതാണ് ഈ ചടങ്ങ്. തുടർന്ന് ഓലക മണ്ഡപത്തിൽ വിശ്രമിക്കുന്ന ദേവിയെ പിറ്റേ ദിവസം രാവിലെയാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നത്. തുടർന്ന് കൊടിയിറക്കുന്നതോടെ ഉത്സവത്തിന് സമാപ്തിയാകുന്നു.
കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ 9 ദിവസങ്ങളും പ്രധാനമാണെങ്കിലും ഏറ്റവും പ്രധാനം 9-ാം ദിവസമായ മഹാനവമി ദിവസം നടത്തുന്ന പുഷ്പരഥോത്സവവും വിജയദശമി നാളിലെ വിദ്യാരംഭവുമാണ്. ഈ ദിവസങ്ങളിൽ ധാരാളം കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും. കലകളുടെ അമ്മയായ മൂകാംബികയ്ക്ക് മുന്നിൽ നടത്തുന്ന അരങ്ങേറ്റം പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. നവരാത്രി ഉത്സവത്തിന് കൊടിയേറ്റമില്ല. പ്രഥമ ദിവസം രാവിലെ നടക്കുന്ന കലശസ്ഥാപനത്തോടെയാണ് നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുന്നത്. സുവാസിനി പൂജ, ചണ്ഡികാഹോമം തുടങ്ങിയവ ഉണ്ടാവാറുണ്ട്. അതോടെ കേരളത്തിൽ നിന്നടക്കമുള്ള ആയിരക്കണക്കിന് ഭക്തരും ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. തുടർന്നുള്ള 9 ദിവസങ്ങളിലും ദേവിക്ക് വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കുന്നു. മഹാനവമി നാളിൽ ക്ഷേത്രത്തിൽ രാവിലെ മഹാചണ്ഡികാ ഹോമവും സുവാസിനി പൂജയും വൈകിട്ട് രഥോത്സവവും നടക്കുന്നു. എല്ലാ ഭക്തരും തൊഴുതിറങ്ങിയ ശേഷം രാത്രി വൈകി മാത്രമേ അന്ന് നടയടയ്ക്കുകയുള്ളൂ. വിജയദശമി നാളിൽ രാവിലെ ആയിരക്കണക്കിന് കുരുന്നുകൾ മൂകാംബിക സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും മൂകാംബിക സന്നിധിയിലേക്ക് ഭക്തർ വരാറുണ്ട്. അന്ന് വൈകിട്ട് നടക്കുന്ന വിജയയാത്രയോടെ നവരാത്രി ചടങ്ങുകൾ അവസാനിക്കുന്നു. ജ്യേഷ്ഠമാസം അഥവാ ഇടവമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി ദിവസമാണ് മൂകാംബിക ജന്മാഷ്ടമിയായി ആചരിച്ചു വരുന്നത്. മൂകാസുരവധത്തിന് ശേഷം ദേവി ആദ്യമായി സ്വയംഭൂലിംഗത്തിൽ കുടികൊണ്ട ദിവസമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്നേ ദിവസം ദേവിക്ക് ശതരുദ്രാഭിഷേകവും പഞ്ചാമൃതാഭിഷേകവും രാത്രി പുഷ്പരഥോത്സവവും നടത്തപ്പെടുന്നു. നിരവധി ഭക്തരാണ് ഈ ദിവസം ക്ഷേത്രത്തിലെത്തുന്നത്. ജന്മാഷ്ടമി കഴിഞ്ഞാൽ മഹാനവമി വരെ രഥോത്സവങ്ങൾ ഉണ്ടാകാറില്ല.